പാലക്കാട്ടെ ഡീൽ ആരോപണത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. കോലി സഖ്യം ഓർമ്മയില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നേമത്തെയും തൃശൂരിലെയും BJP വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. RSSനെതിരെ BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്. കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ കോലി സഖ്യം. എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ കഥ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJPയുടെ B ടീമായി മാറുന്നത്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, എന്തായാലും കഴിഞ്ഞ ദിവസം VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഈ ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചത്. അത് വരും ദിവസങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് കോലി സഖ്യവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള മറുപടി ഏതു രീതിയിലായിരുന്നു? സ്വാതി, അതായത് പാലക്കാട് LDF സ്ഥാനാർത്ഥി NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം ചൂണ്ടിക്കാട്ടി BJP CPM ഡീൽ സംസ്ഥാനത്തുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നു. അതിനാണ് ഒരു മറുപടി എന്നോണം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് കേരളത്തിലെയും ദേശീയ തലത്തിലെയും കോൺഗ്രസിന്റെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും ഇക്കാര്യത്തെ പ്രതിരോധിച്ചത്. വടകരയിലെ അടക്കം കോലി സഖ്യം നമ്മൾ മറന്നു കാണില്ലല്ലോ. ആ ഘട്ടം മുതൽ കോൺഗ്രസ് ആണ് BJPയുമായി ഒത്തുകളിക്ക് ശ്രമിക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത്. എല്ലായ്പ്പോഴും BJPയെ സഹായിക്കാനുള്ള, RSSനെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് കോൺഗ്രസിൻ്റെതെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ CPIM ആണ് ഇത്തരത്തിൽ RSSനെ പ്രതിരോധിച്ചു നിർത്തുന്നത്. അതിൽ അങ്ങനെ പ്രതിരോധിക്കുന്നതിൻ്റെ പേരിൽ നിരവധി സഖാക്കളുടെ ജീവൻ നഷ്ടമായ ഒരു പ്രസ്ഥാനം കൂടിയാണ് CPIM എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ BJPയെയും സംഘപരിവാർ ആശയങ്ങളെയും ചെറുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ദേശീയ തലത്തിലെ രാഷ്ട്രീയം വിശദീകരിക്കുമ്പോൾ കെജ്രിവാളിനെ അടക്കം അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് അതിനെല്ലാം കൈയടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു. ദേശീയ തലത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് നിന്ന് RSSനെ ചെറുക്കാനുള്ള ശേഷി നിലവിലില്ല. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ സംഘപരിവാർ സംഘടനകളെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളെയെല്ലാം തട്ടിയകറ്റുന്നത് കോൺഗ്രസ് ആണ്. ഇത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നിലവിൽ മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണിക്ക് നേരെ ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. എല്ലാ കാലത്തും അത് ഇപ്പോഴും ഇന്നലെയും ഇനി വരുന്ന കാലത്തും RSSുമായി BJPയുമായി ഒത്തുചേർന്ന് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ദേശീയ തലത്തിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ അവരുടെ നിലപാടുകളെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ഈ CPM BJP ഡീൽ ഉണ്ടെന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വാദത്തെ പ്രതിരോധിക്കുന്നത്. സ്വാതി.